ഹലോ ഗൈസ്, 54 കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നതാണ് അന്റാർട്ടിക്കയിലെ ടൈലർ ഹിമാനി പ്രദേശം. ഈ ഒരു പ്രദേശത്തിലെ ഒരു വാട്ടർഫോളിന് ബ്ലഡ് ഫോൾസ് എന്നാണ് പേര് വന്നിരിക്കുന്നത്. എന്താണ് അതിന് കാരണമെന്ന് നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ 1911 ചിലർ അങ്ങോട്ട് പര്യവേഷണം നടത്തുകയാണ്. അപ്പോൾ അവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹിമാനിയുടെ നെറുകയിൽ നിന്ന് വരുന്ന രക്തപ്രവാഹമാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ഒരാളുടെ നെറ്റി പൊട്ടിയിട്ട് ചോര ഒലിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണ് അവരിതിന് ബ്ലഡ് ഫോൾസ് എന്നുള്ളൊരു പേര് കൊടുത്തത്. അപ്പോൾ അന്റാർട്ടിക്ക നമുക്കറിയാം, മനുഷ്യവാസമില്ല, ആളുകളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലൊരു പ്രവാഹം കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. അങ്ങനെ അതിൻ്റെ റീസൺ അവർ ആലോചിക്കുകയാണ്. അപ്പോൾ അവർക്ക് തോന്നി ഇതൊരു തരം ചുവന്ന ആൽഗകൾ കാരണമായിരിക്കാം ഇങ്ങനെയൊരു ഫോൾസ് വന്നിട്ടുണ്ടാവുകയെന്ന്. പക്ഷേ അപ്പോൾ അവർ ചിന്തിച്ചു, അങ്ങനെ ഒരു സ്ഥലത്ത് ചുവന്ന ആൽഗകൾ എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ചോദ്യം അവർക്കുണ്ടായി. പിന്നീട് അവരിതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷണങ്ങളിലൂടെയാണ് അവർക്ക് മനസ്സിലായത് ഈ ഒരു പ്രവാഹം വന്നിട്ടുള്ളതിനും ഇതിൻ്റെ ഒരു നിറമാണല്ലോ കാരണം. അപ്പോൾ ചുവന്ന നിറം, ഈ ഒരു നിറത്തിനും കാരണം ഒരു രാസപ്രവർത്തനം ആണെന്നാണ്. അപ്പോൾ എന്താണ് ആ രാസപ്രവർത്തനം എന്നും അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ രാസപ്രവർത്തനം എന്ന് പറഞ്ഞു, ആ ഒരു രാസപ്രവർത്തനം വേറൊന്നുമല്ല, ഇരുമ്പ് തുരുമ്പിക്കുന്ന ഒരു രാസപ്രവർത്തനം തന്നെയാണ് അന്റാർട്ടിക്കയിലെ ടൈലർ ഹിമാനിയിൽ സംഭവിച്ചത്. അപ്പോൾ നമുക്കിതെല്ലാവർക്കും തോന്നാം, സ്വാഭാവികമായിട്ടും തോന്നാം, ചുറ്റും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇരുമ്പ് തുരുമ്പെടുക്കുന്ന ഒരു രാസപ്രവർത്തനം സംഭവിക്കാൻ എങ്ങനെ സാധ്യതയാണ്. അപ്പോൾ ഈ ഒരു ഹിമാനിയുടെ പഴക്കം നമ്മൾ നോക്കണം. 15 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു ഹിമാനിയാണത്. അപ്പം ഈ ഒരു പ്രദേശത്ത് മഞ്ഞ് മൂടിക്കിടക്കാൻ തുടങ്ങിയപ്പോൾ, മഞ്ഞ് പരക്കാൻ തുടങ്ങിയ സമയത്ത്, ഹിമാനിയായിട്ട് മാറുമ്പോൾ മഞ്ഞ് പരക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാ പ്രദേശവും കവർ ചെയ്ത് മഞ്ഞിങ്ങനെ സഞ്ചരിച്ചപ്പോൾ മഞ്ഞിൻ്റെ ആ ഒരു സഞ്ചാര പാതയിൽ ഒരു ഉപ്പുവെള്ള തടാകവും വന്നു പെട്ടു. അപ്പോൾ ഈ ഒരു തടാകം, ഉപ്പുവെള്ള തടാകം, ഒരുപാട് മഞ്ഞിൻ പാളികളുടെ അടിയിലോട്ട് പോയി. മഞ്ഞിൻ പാളികൾക്കടിയിൽ പെട്ടുപോയ ഈ ഒരു തടാകം, ആ തടാകത്തിലെ ഉപ്പുവെള്ളം അത് കുറുകി കൊടും ഉപ്പുരസമുള്ളൊരു വെള്ളമായിട്ട് മാറി. പിന്നെ ആണെങ്കിൽ അത് കട്ടിയാകുന്നൊരവസ്ഥയുണ്ടായി. ഇക്കണ്ട കാലം അത്രയും മഞ്ഞിൻ പാളികൾക്കടിയിൽ കിടന്ന ഉപ്പ് തടാകം ഭൂമിക്കടിയിൽ നിന്നുള്ള ഇരുമ്പിൻ്റെ അംശങ്ങളെയും വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് പുറത്തെത്തിയ ഈ ഒരു ജലം, അതായത് മഞ്ഞുരുകല്ലോ, അപ്പം പുറത്തെത്തിയ ഈ ഒരു ജലം ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് തുരുമ്പാകുന്നത്. അങ്ങനെയാണ് ഈ ഒരു ജലത്തിന് റെഡ് കളർ വരുന്നത്. സ്വാഭാവികമായിട്ടും പറയാം, പക്ക റെഡ് കളറൊന്നുമല്ല, അത് അവർ ഭാവനയിലാണല്ലോ അങ്ങനെ പറയുന്നത്, ചോര പോലെ രക്തപ്രവാഹം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ ഒരു കളറിന് കാരണം ഈ ഒരു രാസപ്രവർത്തനമാണ്. ഈ ഒരു തടാകത്തിലെ ജലം എങ്ങനെയാണ് വർഷങ്ങൾക്കിപ്പുറം പുറത്തെത്തിയത് എന്നുള്ള ഒരു ചോദ്യം ഗവേഷകർക്കിടയിലുണ്ടായിരുന്നു. അങ്ങനെ എക്കോ സൗണ്ടിങ്ങും എല്ലാ പരീക്ഷണങ്ങൾക്കും ശേഷം അവർ നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 300 മീറ്റർ താഴത്തോളം ഇതിനൊരു വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വിള്ളലിലൂടെയാണ് ഈ ജലം പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ സമ്മർദ്ദം കൂടുന്നതിനനുസരിച്ചാണ് ഇതിൽ ഉപ്പുരസമുള്ള വെള്ളമായിട്ട് കൂടി ഇതിൻ്റെ ഒരു സമ്മർദ്ദം കാരണം താപത്തെ പുറത്ത് വിടുകയാണ്. അപ്പോൾ അത് ചുറ്റുമുള്ള മഞ്ഞിനെയും ഉരുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് പുറത്തോട്ട് വരാനുള്ളൊരു കാരണം. വേറൊരു രീതിയിലും കഥ പറയുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു അന്റാർട്ടിക്കയിലെ ഒരു ഹിമപാളി അടർന്ന് വീണിട്ട് വലിയൊരു ഗുഹ ഈ ഹിമപാളിക്കുള്ളിലായി പോയി. അപ്പോൾ അതിനകത്ത് ഒരുപാട് സൂക്ഷ്മജീവികൾ പെട്ടുപോയി. അങ്ങനെ ഈ സൂക്ഷ്മജീവികൾ പാറക്കെട്ടുകളിൽ നിന്നുള്ള തുരുമ്പിനെ സ്വാംശീകരിച്ചെടുക്കുകയും അതുപോലെ ഈ ഒരു ജലത്തിൻ്റെ സൾഫർ വിഘടിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ആ ഒരു പ്രക്രിയ കാരണമാണ് ഈ ഇരുമ്പ് തുരുമ്പായിട്ട് മാറിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ കേൾക്കുന്ന പല കഥകളിലും ഒരു സയൻറ്റിഫിക് റീസണിങ് ഉണ്ട് എന്നാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയുന്നത്. മുൻപ് ഇട്ടൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പല സ്പെക്കുലേഷൻസ് ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരു സയൻറ്റിഫിക് റീസണും കൂടി ഉണ്ടാകും. അപ്പോൾ ഇന്ന് പറഞ്ഞത് ടൈലർ ഹിമാനിയിലെ ബ്ലഡ് ഫോൾസിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.